ഗോവിന്ദൻകുട്ടി പാലക്കാട് കൊണ്ടുവിടും. ആ വഴി തിരിച്ചു പോയിക്കണം മൂന്നും. എപ്പ തിരിച്ചു പോകണമെന്ന് ഞങ്ങൾക്കറിയാം. ഇയാളാരാ? ഞാൻ ആരാണെന്ന് അറിയണം. അല്ലടാ പന്നെ കഴിവറ ചവിട്ടി എന്തായി കാണിക്കുന്നത്? നന്ദന്റെ ഫ്രണ്ട്സ് ആ ഒറ്റ കൺസിഡറേഷൻ കൊണ്ടാണ്ടാ നിന്നെ ജീവനോടെ വിടുന്നത്. കേരള വണ്ടിയില് ഞങ്ങൾക്ക് നന്ദനെ കാണണം. അല്ല താൻ പറയുന്ന കേട്ട് നീ ഒരു പുല്ലിനെ കാണാൻ പോകുന്നില്ല. പോകാൻ പറഞ്ഞാ പൊയ്ക്കണം. ഇല്ലേ 3 പെട്ടി പാക്ക് ചെയ്യും ഞാൻ. പോടാ ഗോവിന്ദൻകുട്ടി. വണ്ടി കയറാം. കുത്തി പണ്ട ഞാൻ എടുക്കും. വണ്ടി കയറാം. തമ്പ്രാനോടെ കളി. കയറാം വണ്ടി. എന്താ പൊട്ട നോക്കണം. അവരെവിടെ പറയാം. എടാ അവന്മാരെവിടെയെന്ന്? അവര് പോയി. വാട്ട് യു മീൻ? ഞാൻ അവരെ പറഞ്ഞയച്ചു. അത് ശരിയാവില്ല നന്ദൻ. നിനക്ക് എങ്ങനെ പറഞ്ഞയക്കാനാവും? അവരെന്റെ ഗസ്റ്റ് ആണ്, മൈ ക്ലോസ് ഫ്രണ്ട്സ്. അതിലേറെ നമ്പർ 1 ഏർപ്പാളികളും. ഇനി അവരിവിടെ നിന്നാൽ ഇനി വേറെ തന്തയില്ലായ്മ കാണിച്ചാൽ എന്റെ കൺട്രോൾ തെറ്റും. നീ എന്നെയാണ് ഇൻസൾട്ട് നോക്ക് ചെയ്യുന്നത്. നന്ദൻ, ഇതൊരു ഗ്രാമമാണ്. വളരെ ഫ്രജൈലായ ക്യാരക്ടേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. അവരെ വേദനിപ്പിക്കുന്ന പാപമാണ്. എനിക്കത് ഇഷ്ടമല്ല. ഞാൻ അനുവദിക്കില്ല. അപ്പൊ നീ എന്റെ മുമ്പിലും തമ്പരം കളിച്ചു തുടങ്ങിയോ? നിനക്ക് ഇവിടുത്തെ മനുഷ്യരോടുള്ള താല്പര്യം പോലെ തന്നെയാണ് എനിക്ക് എന്റെ ഫ്രണ്ട്സിനോടും ഉള്ളത്. അവരോട് പോയി അവരെ തിരിച്ചുകൊണ്ട് വരണം. വേണ്ട, അത് ഞാനാ തീരുമാനിക്കുന്നത്. നിനക്ക് ഇത്ര ചൊറിയാൻ മാത്രം എന്താ ഉണ്ടായേ? അവരാ പെൺകുട്ടി എടുത്ത് എന്തോ തമാശ കാട്ടി, അതാണോ? നീ ഇത്ര പൊസസീവ് ആവുന്ന എന്തിനാ? അവൾ ആരാ നിന്റെ? നീ കീപ്പ് ചെയ്യുന്ന ഒരു പെണ്ണ്, അത്രയല്ലോ. നിർത്ത്. വെറുതെ എന്റെ ടെമ്പർ തെറ്റിക്കരുത്. ആവശ്യത്തിലേറെ പ്രോബ്ലംസ് എനിക്കുണ്ട്. അതെനിക്കറിയണ്ട. അവരോട് പോയിന്ന് പറ. നിന്റെ ആത്മമിത്രങ്ങൾ കെട്ടിയെടുത്തു. ഇനി നീ പോയി വിളിച്ചാൽ അവന്മാര് വരില്ല. അടിച്ച അവന്മാരെ കാലൊടിക്കുന്നു പറഞ്ഞിട്ടുണ്ട് ഞാൻ. വേണേ പോയി വിളിക്കും. പാലക്കാട് വല്ല ഹോട്ടലിൽ കണ്ടു പോയി വിളിക്കപ്പോ. നന്ദ